വെൽക്കം ടു യുവർ ഓൺ കേരള PSC. മൈ നെയിം ഈസ് നവനീത്. എക്കണോമിക്സിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത്. അത് ആരംഭിച്ചത് 1770 കൊൽക്കത്തയിലാണ്. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ചാണ്. ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അതെന്ന് പറയുന്നത് പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് ആരംഭിച്ച ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്നത്. പിന്നീട് അലഹബാദ് ബാങ്ക്, ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്ക് 1865 സ്ഥാപിതമായ അലഹബാദ് ബാങ്കാണ്. നേരത്തെ പറഞ്ഞ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആദ്യത്തെ ബാങ്കാണ്. പക്ഷേ അലഹബാദ് ബാങ്ക് എന്ന് പറയുന്നത് ആദ്യത്തെ പൊതുമേഖലാ ബാങ്കാണ്. ഇന്ത്യയിലെ 1865 സ്ഥാപിതമായി. പിന്നീട് നമ്മൾ പറയുന്നത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനെ കുറിച്ച് പറഞ്ഞാൽ വിദേശത്ത്, അതായത് പുറത്ത് ആദ്യമായി ശാഖ തുറന്ന ഇന്ത്യൻ ബാങ്ക് അത് ലണ്ടനിലാണ്. 1946 ഇത് ശാഖ തുടങ്ങിയത്. ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആദ്യത്തെ വിദേശത്ത് ശാഖ തുറന്ന ആദ്യത്തെ ബാങ്കായി അറിയപ്പെടുന്നത്. ഈ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പിന്നീട് നമ്മൾ പറയുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ചാണ്. വളണ്ടറി റിട്ടയർമെന്റ് സ്കീം ആരംഭിച്ച ബാങ്കും ഈ പഞ്ചാബ് നാഷണൽ ബാങ്ക് തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി വളണ്ടറി റിട്ടയർമെന്റ് സ്കീം ആരംഭിച്ച ബാങ്ക് എന്ന് പറയുന്നത്. പിന്നീട് SBI ആണ്. SBI അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ള ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത് SBI ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പിന്നീട് മറ്റൊരു ബാങ്കിനെ കുറിച്ച് പറഞ്ഞാൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. അത് പ്രത്യേകത എന്ന് പറയുന്നത് 1919 മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്തത്, മുംബൈയിൽ വെച്ച് മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്ത ബാങ്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നീട് ഒരു ബാങ്കിന്റെ പഴയ പേരിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, UTI എന്ന് അറിയപ്പെട്ടിരുന്നത്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആക്സിസ് ബാങ്ക് ആണ്, അങ്ങനെ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് നമ്മൾ പറയാനുള്ളത് ബാങ്ക് വാപ്പസി എന്ന് പറയുന്ന ഒരു പദ്ധതിയെ കുറിച്ച്. ഈ പദ്ധതി കൊണ്ടുവന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആണ്. പിരിഞ്ഞുപോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ബാങ്ക് വാപ്പസി എന്ന് പറയുന്നത്. പിന്നീട് നമ്മളൊരു കമ്മിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നരസിംഹ കമ്മിറ്റി, അതായത് ഇന്ത്യയിലെ ബാങ്കുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറയുന്നത് ചെക്കിനെ കുറിച്ചാണ്. ചെക്കിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 മാസമാണ് ചെക്കിന്റെ കാലാവധി. പിന്നീട് IFSC കോഡ്, ബാങ്കുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കോഡാണ് IFSC കോഡ് എന്ന് പറയുന്നത്. അതിൽ അക്കങ്ങളും അക്ഷരങ്ങളും ഉണ്ട്. അതിൽ 11 അക്കങ്ങളും അക്ഷരങ്ങളുമാണ് ആകെ ഉള്ളത്. പിന്നീട് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കോർ ബാങ്കിങ് എന്ന സംവിധാനം ആദ്യമായിട്ട് ആരംഭിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എല്ലാ ശാഖകളെയും ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പിന്നീട് പറയുന്നത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ഇന്ത്യയിലെ ബാങ്കുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനുള്ള സംവിധാനമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ആദ്യമായി കൊണ്ടുവന്ന രാജ്യം എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രിയായ സ്വീഡൻ ആണ്. ഇന്ത്യയിൽ അത് ബാങ്കിങ് ഓംബുഡ്സ്മാനെ സ്ഥാപിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിൽ ബാങ്കിങ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ള മറ്റൊരു സ്ഥാപനമാണ് ബാങ്ക്സ് ബോർഡ് ബ്യൂറോ. അതായത് ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകളുടെ ഭരണനിർവഹണം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന സ്ഥാപനമാണ് ബാങ്ക്സ് ബോർഡ് ബ്യൂറോ. അതിന്റെ ആസ്ഥാനവും മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് നമുക്ക് പ്രധാനമായും 3 റേറ്റുകളെ കുറിച്ച് പറയാനുണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് പണം നൽകും, അതിന് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകളിൽ നിന്നും റിസർവ് ബാങ്ക് പണം കടം വാങ്ങാറുണ്ട്, അതിന് തിരികെ നൽകുന്ന, വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. പിന്നീട് മറ്റൊരു റേറ്റ് എന്ന് പറയുന്നത് ബാങ്ക് റേറ്റ്. അതായത് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കടമായി പണം നൽകാറുണ്ട്, അതിന് ചുമത്തുന്ന പലിശയാണ്. അതായത് ബില്ലുകൾ സൂക്ഷിച്ചുകൊണ്ടോ അല്ലാതെയോ പണം നൽകാറുണ്ട് റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക്, അതിന് ഈടാക്കുന്ന പലിശയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്.
പിന്നീട് പറയാനുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ക്യാഷ് റിസർവ് റേഷ്യോയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും കുറിച്ചാണ്. അത് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് നിക്ഷേപങ്ങൾ, വാണിജ്യ ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കാറുണ്ട്. സ്വീകരിച്ച നിക്ഷേപങ്ങളിൽ ഒരു നിശ്ചിത ശതമാനം CRR ആയിട്ട് അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ട് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കണം, കരുതൽ ധനാനുപാതമായിട്ട് സൂക്ഷിക്കണം. അതിനാണ് CRR എന്ന് പറയുന്നത്. പിന്നീട് മറ്റേത് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഈ നിശ്ചിത ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചതിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചതിന്റെ നിശ്ചിത ശതമാനം പണമായോ അല്ലെങ്കിൽ സ്വർണമായോ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുന്നതിനാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായും ബാങ്കുകളെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലാസ്സുകൾ ഇനിയും തുടരുന്നതാണ്. അപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി.